തെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി. എസ്.എൻ.ഡി.പി ബന്ധം കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടമുണ്ടായിട്ടില്ലെന്ന് ബി.ജെ.പിയുടെ വിലയിരുത്തൽ. കൊച്ചി കോർപ്പറേഷനിൽ വോട്ടുമറിക്കൽ നടന്നുവെന്നാരോപിച്ച് കൗൺസിലർ ശ്യാമള എസ്. പ്രഭു ആലുവയിൽ നടന്ന നേതൃയോഗത്തിനിടെ സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകി. പാർട്ടിയുമായുള്ള സഖ്യത്തിന് എസ്.എൻ.ഡി.പിയുടെ മേൽത്തട്ടിൽ നിന്ന് നിർദ്ദേശമുണ്ടായെങ്കിലും പലയിടങ്ങളിലും കാര്യമായ ബന്ധമുണ്ടാക്കാനായില്ലെന്ന് യോഗം വിലയിരുത്തി. പ്രാദേശിക ഘടകങ്ങൾക്ക് താൽപ്പര്യമുള്ളയിടങ്ങളിൽ മാത്രമാണ് സഖ്യമുണ്ടായത്. എന്നാൽ ഭൂരിപക്ഷം ഇടങ്ങളിലും ബന്ധം യാഥാർത്ഥ്യമായില്ല. ബന്ധത്തിലൂടെ നഷ്ടമുണ്ടായില്ലെങ്കിലും പ്രതീക്ഷിച്ച നേട്ടമുണ്ടാക്കാൻ ആയില്ല. സംസ്ഥാനത്തെ മറ്റു കോർപ്പറേഷനുകളുടെ നേട്ടം കൊച്ചിയിൽ ആവർത്തിക്കാനാവാഞ്ഞതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന നേതാവും കൊച്ചി കോർപ്പറേഷൻ കൗൺസിലറുമായ ശ്യാമള എസ്. പ്രഭു സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകി. റിബലുകളെ അടക്കം നിർത്തി പാർട്ടിയിലെയും സംഘത്തിലെയും ഒരു വിഭാഗം നേതാക്കൾ വോട്ട് മറിച്ചതായാണ് പരാതി. ചില നേതാക്കൾ വോട്ട് മറിച്ച് നൽകിയതാണ് UDF പോലും പ്രതീക്ഷിക്കാത്ത നേട്ടം കോർപ്പറേഷനിൽ ഉണ്ടാവാൻ കാരണമെന്നും ഒരു വിഭാഗം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പല വാർഡുകളിലും രണ്ടാം സ്ഥാനത്തെത്താനായത് നേട്ടമാണെന്നാണ് മറുവിഭാഗം അവകാശപ്പെടുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ മാണി ഗ്രൂപ്പ് അടക്കമുള്ളവരുടെ പിന്തുണ സ്വീകരിക്കാനും പിന്തുണയ്ക്കാനുമുള്ള തീരുമാനവും യോഗത്തിൽ കടുത്ത ചർച്ചയ്ക്കിടയാക്കി. മാണി കൈക്കൂലിക്കാരനാണെങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തകരോട് തൊട്ടുകൂടായ്മ വേണ്ടെന്നായിരുന്നു അന്തിമ തീരുമാനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ 25,000-ലധികം വോട്ട് കിട്ടിയ മണ്ഡലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേക തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാവും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക. റിപ്പോർട്ടർ, കൊച്ചി.